ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനം ഒരു മാസം പിന്നിടുമ്പോൾ 22.6 ലക്ഷം ഭക്തർ ദർശനം നടത്തിയതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 22 കോടി രൂപയുടെ വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്. മണ്ഡലകാലത്തെ പോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ ശബരിമലയിലെത്തി ദർശനം നടത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ പ്രാബല്യത്തിലുണ്ട്. തീർത്ഥാടനത്തിനിടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ടായി ഒരു പരാതിയില്ലാതെ തീർത്ഥാടനം വളരെ സുഗമമായി നടക്കുന്നു എന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. 2, പിന്നിട്ട വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്ഥാടകരുടെ പ്രവാഹം വർദ്ധിച്ചു വരും. 22,60,000 പരം തീർത്ഥാടകർ ഇതിനോടകം ശബരിമലയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ വരുമാനത്തിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 21 കോടി രൂപയുടെ വർധനവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രംഗത്ത് സൂചിപ്പിക്കുന്നത് ശബരിമല തീർത്ഥാടനം സുഗമമായതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി വരുന്ന ആവേശകരമായ അന്തരീക്ഷമുണ്ട്. ഇതുവരെ കാനനപാതയിൽ വെച്ച് ഒരു തീർത്ഥാടകൻ കൊഴിഞ്ഞു വീണ് മരിച്ച സംഭവം കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയിൽ ഒരു വാഹനാപകടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കൊഴിഞ്ഞു വീണ് മരിച്ചയാളുടെ കുടുംബത്തിന് തുക ലഭ്യമാക്കും. വാഹനാപകടത്തിൽ വാഹന ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിനൊപ്പം തീർത്ഥാടകർക്കായുള്ള ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു വണ്ടിയപകടം, അത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം വരും, ഒപ്പം ഈ ക്ലെയിമും വരും. ആ ക്ലെയിം കൃത്യമായി നമ്മൾ കൊടുക്കും. ഇത്തവണ കാര്യമായ മറ്റു രൂപത്തിൽ അപകടങ്ങളോ വലിയ ദുരന്തങ്ങളോ ഒരു മാസ് കാഷ്വാലിറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതാണ് പൊതുവിലുള്ള അനുഭവങ്ങൾ. ഇങ്ങനെ ഒറ്റപ്പെട്ട നിരയായിരുന്നു. സാധാരണ ഒരാൾ കുഴഞ്ഞു വീഴുന്നു എന്നൊക്കെ പറഞ്ഞ എല്ലാ വർഷവും കഴിഞ്ഞ പ്രാവശ്യം 58 പേർക്ക് അത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടം. ഈ പ്രാവശ്യം ആകെ ഒരാളുടെ കേസാണ് വന്നിട്ടുള്ളത്. മറ്റു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാതിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള മുൻകരുതലൊക്കെ സ്വീകരിക്കുക.